ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണോടുള്ള തേർഡ് പാർട്ടിയുടെ ഫീലിങ്സുമാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടിയുടെ എനർജിയാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അതായത് അവർ ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. പക്ഷേ അവർ എഫേർട്സ് ഇടുന്നതിനനുസരിച്ചുള്ളൊരു റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വളരെ ക്ഷമയോടുകൂടി നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ, കാരണം ഇവർ ഓൾറെഡി എഫേർട്സ് ഇടുന്നുണ്ട്, പക്ഷെ അതിനുള്ള റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലോ എന്ന് വരെ ഈ ഒരു തേർഡ് പാർട്ടി ചിന്തിക്കുന്നതായി കാണുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇപ്പോൾ പോകുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ പഴയതുപോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാണില്ലായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവർ പക്ഷേ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പുതിയ തുടക്കം തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ വിചാരിച്ചതുപോലുള്ള ഒരു റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തോറ്റുപോയല്ലോ, നിങ്ങളാണല്ലോ ജയിച്ചത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടായിരിക്കാം ഫീലിങ്സ് ഉള്ളത്. ഈ ഒരു തേർഡ് പാർട്ടിയോട് ആദ്യമേ ഉണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ് കാണില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ പേഴ്സണെ നേടാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, ഞാൻ എത്രയൊക്കെ എഫേർട്സ് ഇട്ടിട്ടും എനിക്ക് അതുപോലെയുള്ളൊരു റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ വളരെ വിഷമിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിലും ചതിയിലൂടെ നേടുന്നതൊന്നും അധികകാലം നിലനിൽക്കത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ സന്തോഷങ്ങളെ കെടുത്തിയിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ നേടിയത്. പക്ഷേ ആ ഒരു സന്തോഷത്തിന് അധികം ആയുസില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തോറ്റുപോയി എന്നുള്ള രീതിയിൽ സങ്കടപ്പെടുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരവരുടെ റിലേഷൻഷിപ്പിൽ തോറ്റുപോയി, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തോറ്റുപോയി. അവർ ഒരുപാട് എഫേർട്സ് ഇട്ട് നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിനൊന്നും ഒരു ഗ്രോത്ത് ഇല്ലാത്തതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കൂടുതൽ കാർഡ്സ് എടുക്കാം. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഓൾറെഡി ഇതുപോലത്തെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. കാരണം അവർ ഓൾറെഡി തോറ്റു കഴിഞ്ഞു നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക്. കാരണം അവർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതിനുള്ളൊരു റിസൾട്ട് കിട്ടുന്നില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നീതി കിട്ടിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ആ തേർഡ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും സാധിക്കുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരണോ വേണ്ടായോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഈ ഒരു വ്യക്തിക്ക്. അതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഈ ഒരു സമയം അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട്.
ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അല്ലെ എങ്ങനെ ഇനിയും ഞാനിതിനെ മുന്നോട്ട് കൊണ്ടുപോകും? കാരണം ഈ ഒരു തേർഡ് പാർട്ടി പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനൊന്നും ഒരു ഗ്രോത്ത് ഇല്ലാത്ത അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തുടരണം. പക്ഷേ അത് അവർക്ക് സാധ്യമല്ല. അതാണ് കാണുന്നത്. വളരെയധികം ഇമോഷണൽ ബർഡൻസ് ആണ് ഈ ഒരു സമയം നിങ്ങളുടെ തേർഡ് പാർട്ടി, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി അനുഭവിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ടെൻഷൻസ് ആയിരിക്കാം, അല്ലെ സ്ട്രെസ് ആയിരിക്കാം, അല്ലെ എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരുപാട് ഇമോഷണൽ ബർഡൻസ് ഈ ഒരു സമയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് വളരെയധികം ആ ഒരു വ്യക്തി കഷ്ടപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് അധ്വാനിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തോറ്റുപോയി, അവർ വിചാരിച്ചതുപോലൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻ ആണെന്നും അതുകൊണ്ടാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തതെന്നും എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കാലചക്രമാണ് നിങ്ങളുടെ പേഴ്സണെയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ മീറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും സാധിക്കുന്നില്ല. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയാണ്. ഈ ഒരു സമയം വല്ലാത്ത പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ് ഈ ഒരു തേർഡ് പാർട്ടി അനുഭവിക്കുന്നത്. കാരണം പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കാം, അതായത് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ സമയത്തായിരിക്കാം അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ വിട്ടിട്ട് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം. അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ശരി എന്നുള്ള ബോധ്യത്താൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നോക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? കാരണം ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഉള്ള സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. കാരണം അവർക്ക് ഓൾറെഡി പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസാണ് ഇതിനോടകം. അവർ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയെ വിട്ടിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവർക്ക് ആകെ വേവലാതി ഉള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിലും അവർ ഉദ്ദേശിച്ചതുപോലെ ഒരു ഫലം കിട്ടുമെന്ന് ഈ ഒരു തേർഡ് പാർട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം. കഷ്ടപ്പാടിൻ്റെ അവസാനവും ഒരു വിജയമുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ അവർ ഇപ്പോൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാനം നിങ്ങളുടെ പേഴ്സൺ അവരുടെ അടുക്ക തിരികെ ചെല്ലും, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ അവരുടെ അടുക്കലേക്ക് ചെല്ലും എന്നൊക്കെയുള്ളൊരു തോട്ട്സാണ് ഈ ഒരു പേഴ്സണ്. തേർഡ് പാർട്ടിയുടെ നെക്സ്റ്റ് ആക്ഷൻ.
അവർ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ തന്നെയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്കിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ അത്രയും പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവർക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ആ ഒരു സെപ്പറേഷൻ, അതായത് ഇപ്പോൾ അവർ ഓൾറെഡി അകന്ന് കഴിയുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പം അതൊക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അത്രയും പെയിനാണുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എസ്കേപ്പ് ആയിട്ടുണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ. അപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവർ ഓൾറെഡി അവരുടെ സോള് പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലാവുമ്പോൾ എങ്ങനെ അവർക്കൊരു ആക്ഷൻ എടുക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ അവർ വളരെയധികം സഫർ ചെയ്ത് നിൽക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അതാണ് കാണുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു സമയം, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഓൾറെഡി ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിലൊരു കോംപ്രമൈസിലേക്ക് എത്തണമെന്ന് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ വിചാരിക്കുന്നു. കാരണം ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ല അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള ക്ലിയറായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു. അതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞല്ലോ, ഇവർ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ ഇനി ആ ഒരു പേഴ്സൺ തിരികെ വരത്തില്ലായിരിക്കാം എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സും ഒക്കെ ഈ ഒരു പേഴ്സണുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ അവർ പെട്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ചിന്തകളിൽ അവർ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടിക്കൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഈ ഒരു തേർഡ് പാർട്ടി വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരികെ അവരുടെ അടുക്ക ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ഈ ഒരു വെയിറ്റിംഗ്. ഒരുപാട് എഫേർട്സ് ഇട്ട് നിങ്ങളുടെ പേഴ്സണെ പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ അതിലൊരു ഗ്രോത്ത് ഇല്ലാത്തതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലോ എന്ന് വരെ ചിന്തിക്കുന്നു. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹമെങ്കിലും അവരുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് കൊണ്ട് അതെൻഡ് ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ലൈഫിൽ നിങ്ങളാണ് ജയിച്ചത്, അവർ തോറ്റുപോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ലെന്നാണ് നമ്മൾ കാണുന്നത്. അഥവാ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും അവർ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷൻ, ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത്. ഈ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു സ്പിരിച്വൽ കണക്ഷനാണെന്ന് ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നു. കാലചക്രമാണ് അല്ലെങ്കിൽ വിധിയാണ് അവരെ തമ്മിൽ മീറ്റ് ചെയ്യിച്ചതെന്ന് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. പക്ഷേ എന്തൊക്കെയാണേലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കാണിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നല്ല ആകുലതയാണുള്ളത്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു. കഷ്ടപ്പാടിൻ്റെ അവസാനവും തനിക്കൊരു വിജയം ഉണ്ടാകുമെന്ന് ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നു. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവർ ഓൾറെഡി പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അവരുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കണം, നിങ്ങളുടെ പേഴ്സണുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് തേർഡ് പാർട്ടിയുടെ
എനർജി, അവരുടെ ഫീലിങ്സും. ഇനി നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ തേർഡ് പാർട്ടിയുടെ റീഡിങ്, ഇവരുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ അവരുടെ എനർജി, അതായത് ഈ തേർഡ് പാർട്ടിയുടെ എനർജി നിങ്ങളുടെ പേഴ്സണ് ചുറ്റും ഉണ്ടായിരിക്കാം. അല്ലെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ അവരുടെ ചുറ്റും ഒരു നെഗറ്റീവ് എനർജിയാണുള്ളത് നിങ്ങളുടെ പേഴ്സണ് ചുറ്റും. പൂർണ്ണമായിട്ട് ആ ഒരു നെഗറ്റീവ് എനർജി പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫ്രീഡമാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയും പുറത്തു വരണം, ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്തു വരണം, എനിക്കൊരു പുതിയ തുടക്കം എൻ്റെ ജീവിതത്തിൽ വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഇപ്പോൾ രണ്ട് പേർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ പെട്ടെന്നൊരു വ്യക്തി പിന്മാറുകയാണെങ്കിലും ആ ഒരു പേഴ്സൻ്റെ എനർജി മറ്റൊരാൾക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഒരാൾ പിന്മാറിയാലും മറ്റൊരു വ്യക്തിക്ക് അവരുടെ എനർജീസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി നിങ്ങളുടെ പേഴ്സണ് ചുറ്റും ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്നും ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നു. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയിൽ നിന്ന് ഒരു ഫ്രീഡം ആഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്സും ഇല്ല. ഇപ്പോൾ അവർ തമ്മിലൊരു ഫൈറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എസ്കേപ്പ് ആവണം എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് ഈ തേർഡ് പാർട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഇമോഷണലി അല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത്, പ്രാക്ടിക്കലി ആണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. കാരണം ഇമോഷണലി ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ട് ആ ഒരു വ്യക്തി പ്രാക്ടിക്കലായിട്ട് ഡിസിഷൻ എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഒരു ഡിസിഷനാണ് എടുക്കുന്നത്. അത് കാരണം നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം തേർഡ് പാർട്ടിയോട് ഫൈറ്റിംഗ് ആണ് ഈ ഒരു സമയം. അവർ തമ്മിൽ യാതൊരു ഫീലിങ്സും ഇല്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർ തമ്മിൽ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. നമ്മൾ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കിയപ്പോഴും അവർ വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നു. അതായത് വിട്ടു നിൽക്കുന്നു അവരുടെ എനർജിയിൽ നിന്ന്. അതിനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. കാരണം അവർ തമ്മിൽ ഓൾറെഡി ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇനി നിൽക്കണ്ട, എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ വളരെ തന്ത്രപൂർവമായി കാര്യങ്ങൾ മെനഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ചെയ്യണമല്ലോ, അതിനു വേണ്ടിയിട്ട് വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ
നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നാണ് എനിക്ക് കാണുന്നത്. വളരെയധികം സാഡാണ് നിങ്ങളുടെ പേഴ്സൺ. അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ് ചുറ്റും. ചിലപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അത് ഭയം കൊണ്ടാണ്, ഈ തേർഡ് പാർട്ടിയായിട്ടുള്ള ഭയം കൊണ്ടാണ്, അല്ലാതെ അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല. എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്ത് കിടക്കും, അത് കാരണം ആ ഒരു വ്യക്തി വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കറിയാം അവരുടെ മുന്നിൽ 2 വഴികളുണ്ടെന്ന്. ഇപ്പോൾ ഏത് വഴിയിലോട്ടാണ് പോകേണ്ടതെന്നുള്ള നിശ്ചയവും നിങ്ങളുടെ പേഴ്സണുണ്ട്. പക്ഷേ അതിലോട്ട് എത്തിപ്പെടാനായിട്ട് വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ, നമുക്ക് മുമ്പേയും ഈ ഒരു കാർഡ് കിട്ടിയിരുന്നു, നിങ്ങളുടെ പേഴ്സൺ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാനാണ് ഈ ഒരു സമയം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അവരുടെ ലൈഫിൽ ഒരു ഹീലിംഗ് എനർജീസ് ആണ് ഉണ്ടാകുന്നത്. കാരണം ഓൾറെഡി അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഹീലിംഗ് നടക്കുകയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്സും ഇല്ല. ആ ഒരു വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വളരെ തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് പേടിയുമുണ്ട്. എങ്ങനെ ഇതിൽ നിന്ന് ഞാൻ എസ്കേപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ പേടിക്കുന്നതായിട്ടും കാണുന്നു. അപ്പം ഇപ്പോൾ അവരുടെ ജീവിതത്തിനെ പറ്റി ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് പ്രതീക്ഷയുണ്ട്. അതാണ് സ്റ്റാർ കാർഡ് വന്നത്. കാരണം ആ ഒരു വ്യക്തി എല്ലാത്തിൽ നിന്നും വിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇനിയെങ്കിലും അവരുടെ ലൈഫ് റിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയും എൻഡ് ചെയ്യിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് ലാസ്റ്റ് കാർഡ് കിട്ടിയത്. അവർക്ക് തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്സും ഇല്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഈ ഒരു കാർഡ്സിലെല്ലാം അവർക്കുള്ള കൺഫ്യൂഷൻസും അവർ ആ തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർക്കൊരു ഫ്രീഡമാണ് ഈ ഒരു സമയം ആവശ്യം. കാരണം ഒരുപാട് സഫർ ചെയ്തിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയോട് നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ. അപ്പം തേർഡ് പാർട്ടിയോട് യാതൊരു ഫീലിങ്സും നിങ്ങളുടെ പേഴ്സൺ ഇല്ല. അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസ് നോക്കട്ടെ. തിരുവാതിര നക്ഷത്രം, പൂരം നക്ഷത്രം, മ്യൂസിക്, 1989, 1988, പാലക്കാട് ഡിസ്ട്രിക്റ്റ്, ഇമോഷണൽ, നമ്പർ 15, തൃക്കേട്ട നക്ഷത്രം, ലെറ്റർ ഇസഡ്, ക്രേസ് ഓൺ വെഹിക്കിൾസ്, സെപ്റ്റംബർ, സാറ്റർഡേ, അശ്വതി നക്ഷത്രം, 2 weeks, ഈഗോ, അബുദാബി, 1975, യെസ് പോസിബിൾ, ഗ്രേ കളർ, ഷോർട്ട് ഹെയർ, 34, തേഴ്സ്ഡേ, ഓറഞ്ച് കളർ, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, 1991, 1993, ഹെൽത്ത് ഇഷ്യൂസ്, നമ്പർ 18, മുംബൈ, 2000, വെനസ്ഡേ, 27, 22, രോഹിണി നക്ഷത്രം, കുവൈറ്റ്, 1999, 1986,
കർക്കിടകം മന്ത്, യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാം. 51, മൂന്നാർ, ക്രിക്കറ്റ്, 1995, ദുബായ്, ഫോട്ടോഗ്രാഫി, സെൻസിറ്റീവ്, പൂരാട നക്ഷത്രം, ചോതി നക്ഷത്രം, 1996, കാർത്തിക നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രം, നമ്പർ 20, ലെറ്റർ ജി, നമ്പർ 33, നമ്പർ 43. അപ്പം തേർഡ് പാർട്ടി വളരെയധികം സങ്കടത്തിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനംമാറ്റം വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് വളരെയധികം വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുമായി കൊണ്ടുവരാനാണ് ഈ ഒരു സമയം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എങ്ങനെയും എൻഡ് ചെയ്യിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു.